എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മറ്റ് ചില ഹദീസുകളുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. 4 ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് നമ്മുടെ പിങ്ക് യൂണിക്കോൺ. നിങ്ങൾക്കറിയാവുന്ന ആളാണ്. ആരിഫിൻ്റെ ചാനലൊക്കെ ഒരുപാട് പ്രസൻറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്വന്തം ചാനൽ അവർ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് സമകാലികമായിട്ടുള്ള യൂറോപ്പിലെയും അമേരിക്കയിലും മറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമൊക്കെ പ്രധാന സംഭവങ്ങളെടുത്ത് വളരെ മികച്ച രീതിയിൽ അനിമേറ്റൊക്കെ ചെയ്തവർ ഷോർട്സ് ആയിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാനും ഒരുപാട് അറിവുകൾ കിട്ടുന്ന വീഡിയോകളാണ്. അപ്പോൾ അത് പോയി കാണുക. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റിലിടും. ഒപ്പം തന്നെ എൻ്റെ ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഹോം ടാബിൽ അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് കയറാം. മറ്റൊന്ന്, എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വാട്സപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, അത് ഏത് മതവിശ്വാസം ആയിക്കോട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് മതത്തിൽ നിങ്ങൾ തുടരുന്നു എന്നുള്ളതിനുള്ള നിങ്ങളുടെ വാദങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സംബന്ധിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങളോ മറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വാദങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് അയക്കാവുന്നതാണ്. ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ. നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളൊന്നും ഉൾപ്പെടുത്തരുത്. പിന്നെ അതൊന്നും നമ്മൾ ഇവിടെ അടുത്ത് പബ്ലിഷ് ചെയ്യില്ല. പക്ഷേ നിങ്ങളുടെ വാദങ്ങൾ കേട്ട് അതിനുള്ള എൻ്റെ മറുപടി ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഒരാളെന്ന നിലയിൽ ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പൊതുവിൽ സംസാരിക്കാറില്ല, അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ തിരിച്ച് മറുപടി ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ട് ഇവിടെ വീഡിയോയിലൂടെ അതിനുള്ള എൻ്റെ ഖണ്ഡനം അത് നടത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും താല്പര്യമുള്ളവർക്ക് ഈ ഒരു മാർഗ്ഗം ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിന്ന് പ്ലാൻ ചെയ്തിരുന്ന ആ 4 ഹദീസുകളിലേക്ക് കടക്കാം. അബ്ദുള്ള ഇബ്നു ഉമർ നിവേദനം. ഒരാൾ മുത്തിനോട് താൻ എപ്പോഴും കച്ചവടത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്ത് പറഞ്ഞു, നീ എപ്പോഴൊക്കെ വിലപേശുന്നുവോ അപ്പോഴൊക്കെ വഞ്ചന അരുത് എന്ന് പറയൂ. നമ്മുടെ മുത്തിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ ഈ കച്ചവട സംബന്ധമായിട്ടുള്ള ഡീലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, കരാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ പറ്റിക്കുന്നു, വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മക്കയിലെ ക്ലാസ് ലീഡറായ മുത്ത് പറഞ്ഞു, എന്ത്? നീ എന്ത് ചെയ്യാം, നീ ഇങ്ങനെ വല്ല ഡീലുണ്ടാക്കുന്ന സമയത്ത് വഞ്ചന അരുത് എന്ന് പറയാം. അഥവാ ഡോണ്ടു. അപ്പോൾ വഞ്ചന അങ്ങ് ഇല്ലാതാവും അല്ലേ? ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇയാളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇയാളുടെ കൂടി കുഴപ്പമാവില്ലേ? പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള വിവേകമോ വിവേചന ബുദ്ധിയോ നമ്മുടെ സോക്കോൾഡ് ക്ലാസ് ലീഡർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ് ഇയാളെ പറഞ്ഞു വിട്ടു. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മടുപ്പാണ് ശരിക്കും. അതാണിത് വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് വീഡിയോ ബുദ്ധിമുട്ട്. കാരണം അത്രയ്ക്കും ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അപമാനമാണ് എന്ന് പോലും ചിന്തിക്കാതെയാണ് ഈ പറഞ്ഞ് ഇവർ ഒരുപാട് ആരാധിക്കുന്ന, അതായത് ഐഡളായിട്ട് ഒരു ബിംബമായിട്ട് ഇവർ ആരാധിക്കുന്ന ഈ ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എന്തായാലും അടുത്ത കഥയിലേക്ക് പോകാം. അബുൽ ദർദ നിവേദനം ചെയ്യുന്നു, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, ഒരാൾ എന്തെങ്കിലും ശപിച്ചാൽ ശാപം ആകാശത്തേക്ക് കയറുകയും ആകാശത്തിൻ്റെ കവാടങ്ങൾ അതിനെതിരെ പൂട്ടുകയും ചെയ്യുന്നു. പിന്നീട് അത് ഭൂമിയിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ കവാടങ്ങൾ അതിനെതിരെ പൂട്ടുകയും ചെയ്യുന്നു. പിന്നീട് അത് വലത്തോട്ടും ഇടത്തോട്ടും പോകുന്നു. പ്രവേശന സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ അത് ശപിക്കപ്പെട്ട കാര്യത്തിലേക്ക് മടങ്ങുന്നു. പറഞ്ഞതിന് അർഹതയുണ്ടെങ്കിൽ അതിൽ പ്രവേശിക്കുന്നു എന്ന് ബ്രാക്കറ്റിൽ, അല്ലെങ്കിൽ അത് ഉച്ചരിച്ചവനിലേക്ക് മടങ്ങുന്നു. നാസ മുട്ടുമടക്കിയ ഹദീസാണ്. അപ്പോൾ ഒരു ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം അല്ലെങ്കിൽ പ്രാക്ക് സാധാരണഗതിയിൽ ആ ശബ്ദ തരംഗങ്ങൾ പിന്നീട് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അങ്ങ് കുറഞ്ഞ് അതങ്ങ് ഇല്ലാതാവലായി. പക്ഷെ നമ്മുടെ മതത്തിൽ അങ്ങനെയല്ല. കാര്യങ്ങൾ അവിടെ ഒന്നും നിൽക്കില്ല. ഓക്കെ, നേരെ അങ്ങ് പോകും ശാപം. അതായത് ഇപ്പോൾ ഒരാൾ ഒരു വസ്തുവിനെയോ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു ജീവിയോ ഒക്കെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, ദത് അങ്ങ് ആകാശത്തേക്ക് പോകും. അപ്പോൾ ആകാശത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഗേറ്റ് പൂട്ടിയിരിക്കണം, കവാടം പൂട്ടിയിരിക്കണം എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഗേറ്റ് പൂട്ടിയ കാരണം, ഗേറ്റ് പൂട്ടിയാൽ അതിക്രമിച്ച് കിടക്കാൻ പറ്റില്ലല്ലോ, ശാപം ജെന്റിൽമാനാണ്. അപ്പം മൂപ്പര് പിന്നാമ്പുറത്തോടൊന്നും കയറില്ല. അപ്പം നേരെ അദ്ദേഹം ഭൂമിയിലേക്ക് വരും. ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഭൂമിയുടെ ഗേറ്റ് പൂട്ടിയിരിക്കണം. പക്ഷെ ഇയാൾ പോകുന്ന സമയത്ത് ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കഥയിൽ ചോദ്യം ഇല്ലെങ്കിലും കുറച്ചൊക്കെ ലോജിക്ക് വേണ്ടേ. പോട്ടെ, അപ്പോൾ 2 സ്ഥലത്തും ഗേറ്റ് പൂട്ടി. അപ്പം എന്ത് സംഭവിക്കും? ഇദ്ദേഹം ഇടത്തോട്ടും വലത്തോട്ടും പോകുന്നു. ആര്? ശ്രദ്ധിക്കാം, ശാപം. അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും പോകുന്ന സമയത്ത് ഈ ശപിച്ചത് ആരാണോ അയാൾ ശപിച്ച ആ സാധനം ഉണ്ടല്ലോ, അതായത് ശാപം ഏൽക്കേണ്ട സാധനം, അത്
ഈ ശാപം അർഹിക്കുന്നുണ്ടെങ്കിൽ ഇതാരെ തീരുമാനിക്കാം അറിയില്ല, അതിന് വേറെ റെഫറി ഒക്കെ ഉണ്ടാവും. പോട്ടെ. അങ്ങനെ അർഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് അങ്ങ് കയറും. അതിലേക്ക് അങ്ങ് കയറിയിട്ട് എനിക്കറിയില്ല, അത് അലിയുമായിരിക്കും അല്ലേ. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ശപിച്ച ആളാണ് മോശമെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ഈ ശാപം നടത്തിയത് അയാളുടെ വെറും ഒരു ഡാഷ് പരിപാടിയാണെങ്കിൽ, ഈ പറഞ്ഞ ശാപം ഏൽക്കേണ്ട ആ സാധനം ഇത് അർഹിക്കുന്നില്ലെങ്കിൽ നേരെ അയാളിലേക്ക് വന്ന് തിരിഞ്ഞ് ഇത് കുത്തും എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഈ ഇടെ നമ്മുടെ വിശ്വാസികൾ ഇപ്പോൾ വി ഡി സതീശൻ ഞാൻ അറിഞ്ഞ ഖുർആൻ എന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇറങ്ങി. ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കൂ. ഇതൊക്കെ മനസ്സിലായെങ്കിൽ വി ഡി സതീശൻ തീർച്ചയായിട്ടും അത് നിയമസഭയിൽ പറയണം. നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല. എന്തായാലും അടുത്ത കഥയിലേക്ക് പോകും. നബിയോട് പറയപ്പെട്ടു, അബ്ദുള്ള ബിൻ ഉബയ്യെ നമുക്ക് പോയി കണ്ടാലോ? അങ്ങനെ മുത്ത് ഒരു കഴുതപ്പുറത്ത് കയറി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഉപ്പുരസമുള്ള തരിശു ഭൂമിയിലൂടെ വിശ്വാസികൾ അദ്ദേഹത്തോടൊപ്പം നടന്നു. മുത്ത് അബ്ദുള്ള ബിൻ ഉബയ്യയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നിൽ നിന്ന് അകന്നു നിൽക്കൂ, ദൈവമാണ് സത്യം, നിന്റെ കഴുതയുടെ ദുർഗന്ധം എന്നെ വേദനിപ്പിച്ചു. അപ്പോൾ ഒരു അൻസാരി മനുഷ്യൻ അബ്ദുള്ളയോട് പറഞ്ഞു, ദൈവമാണ് സത്യം, ദൈവത്തിന്റെ ദൂതന്റെ കഴുതയുടെ ദുർഗന്ധം നിന്റെ ഗന്ധത്തേക്കാൾ നല്ലതാണ്. അപ്പോൾ അബ്ദുള്ളയുടെ ഗോത്രത്തിൽ നിന്നുള്ള ഒരാൾ അബ്ദുള്ളയുടെ നിമിത്തം കോപിച്ചു. രണ്ടുപേരും പരസ്പരം അധിക്ഷേപിച്ചു. ഇത് രണ്ടുപേരുടെയും സുഹൃത്തുക്കൾക്ക് ദേഷ്യം വരുത്തി. രണ്ടു കൂട്ടരും വടികളും ചെരുപ്പുകളും കൈകളും ഉപയോഗിച്ച് പോരാടാൻ തുടങ്ങി. ഇനി പറയുന്ന ദൈവിക വാക്യം അവതരിച്ചതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു, അഥവാ ഇക്കാര്യത്തിൽ ഒരു വചനം അവതരിച്ചു. വിശ്വാസികളിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാൽ അവർക്കിടയിൽ സമാധാനം സ്ഥാപിക്കുക. 49:9. ഇതാണ് ആ തമ്മിൽ ഞാൻ കാണിച്ച വിഷയം, കഴുത ഇറക്കിയ വചനം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനോടനുബന്ധിച്ച ഹദീസാണ്. നമ്മൾ സാധാരണ വിശ്വാസികളോട് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ, വേദത്തിലെ വചനമൊക്കെ പറയുന്ന സമയത്ത് അവർ ആദ്യം എടുത്തിടുന്ന ഒരു ഡിഫൻസ് അല്ലെങ്കിൽ ഒരു പ്രതിരോധമാണ് ആ കോണ്ടെക്സ്റ്റ് നോക്കണം. കോണ്ടസ. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ആണ്, അഥവാ 49-ാം അധ്യായത്തിലെ 9-ാം വചനത്തിന്റെ കോണ്ടെക്സ്റ്റ് ആണ് ഇത്. ഈയിടെ ജബ്ബാർ മാഷ് ഒരിക്കൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഈ വിഷയം. അപ്പോൾ അതിൻ്റെ ഒരു സന്ദർഭമാണ് ഇവിടെ വിരിക്കുന്നത്. എങ്ങനെയാണ് ആ വചനം വന്നത്? ആ വചനത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് വിശ്വാസികളിൽ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവർ സമാധാനം ഉണ്ടാക്കുക. ഇനിയിപ്പോൾ അങ്ങനെ വീണ്ടും കച്ചറ ഉണ്ടാക്കാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ തല്ലുക, പിന്നെയും സമാധാനം ഉണ്ടാക്കുക. കല്യാണം അതിന് പാല് കാച്ച. പോട്ടെ. വിശ്വാസികൾ തല്ലുകൂടുമ്പോൾ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആശയം. അങ്ങനെ ഈ പറഞ്ഞ അബ്ദുള്ള ബിൻ ഉബൈ എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ വേണ്ടി മുത്തും കൂട്ടരും കൂടി പോകുന്നു. മുത്ത് ഒരു കഴുതപ്പുറത്താണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് അബ്ദുള്ള ബിൻ ഉബൈക്ക് ഇവരുടെ കൂടെ അന്ന് മുത്തിന്റെ കഴുതയുടെ സ്മെൽ ഇഷ്ടപ്പെട്ടില്ല. മുത്ത് അന്ന് എനിക്കറിയില്ല, കഴുതയ്ക്ക് ആക്സ സ്പ്രേ ഒന്നും അടിക്കാതെ കൊണ്ടുവന്നാണോ, ഇനിയിപ്പോൾ കഴുതയുടെ നാച്ചുറൽ ഓർഡർ അങ്ങനെയാണോ, അതൊന്നും നമുക്കറിയില്ല. പോട്ടെ. എന്തായാലും ഇത് ഇഷ്ടപ്പെടാത്ത അബ്ദുള്ള ബിൻ ഉബൈ, നീ അങ്ങ് മാറി നിന്ന്, നിന്റെ കഴുതയ്ക്ക് എന്തിനും മാറ്റോടാ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തിന്റെ കൂടെ വന്ന ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ പ്രധാന ആചാര്യനെ അവർ നിന്ദിച്ചതായിട്ട് അവർക്ക് തോന്നി. മുത്തിന്റെ കഴുതയോ ഇനിയിപ്പോൾ മുത്തിന്റെ മറ്റേ ഡാഷിനെ കുറിച്ച് പറഞ്ഞാൽ പോലും അവർക്ക് സഹിക്കില്ല. അപ്പോൾ അവര്, അതായത് കൂടെ വന്ന ആളുകൾ, മുത്തിന്റെ കൂടെ വന്ന ആളുകൾ അബ്ദുള്ള ബിൻ ഉബൈനോട് പറഞ്ഞു, എടാ നിന്റെ ശരീരത്തിന്റെ ഗന്ധം ഉണ്ടല്ലോ, അതിനേക്കാളും മെച്ചോടാ ഞങ്ങളുടെ മുത്തിന്റെ കഴുതയുടെ ഗന്ധം എന്നവർ ചുമ്മാ അങ്ങ് വീമ്പടിച്ചു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവരിത് പറഞ്ഞു എന്ന പേരിൽ അബ്ദുള്ള ബിൻ ഉബൈയുടെ കൂട്ടുകാർ കോപിച്ചു. അപ്പോൾ അവർ കോപിച്ച് കാരണം അവരുടെ ഈ പറഞ്ഞ ഈ കോപത്തിനെതിരായിട്ട് മറ്റൊരു കോപിച്ചു. അങ്ങനെ കോപം വേഴ്സസ് കോപം അവിടെ അടിയായി. ചെരുപ്പും വടികളും ഉപയോഗിച്ചിട്ട് തല്ലായി എന്നാണ് പറഞ്ഞത്. എന്തായാലും സഹാബിമാരുടെ ഒക്കെ ഒരു ക്ഷമയും ഒരു എന്താ പറയുക, ഒരു അന്തസ്സൊന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് വളരെ ലളിതമായൊരു പ്രശ്നമാണ്. ഒരു കഴുതയ്ക്ക് ഭയങ്കര നാറ്റം, അത് കാരണം ഒരാൾ കോപിച്ചു. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ആചാര്യൻ അവിടെ ഇരുന്നിട്ട് ചിരിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല. മൂപ്പർ എന്ത് ചെയ്തു? മൂപ്പർക്ക് ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല. മൂപ്പർ പറയുമ്പോൾ ഭയങ്കര, അന്നത്തെ എന്താ പറയുക, മദീനയിലേക്ക് വന്നപ്പോൾ എല്ലാവരും കൂടി മൂപ്പരെ പൂമാലയായിട്ട് സ്വീകരിച്ചു എന്നൊക്കെയാണ് കാക്കമാർ പറയാറ്. ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇയാൾ എന്താ ചെയ്തത്? ഇയാൾ നേരെ ദൈവത്തിനെ വിളിച്ചു. ദൈവത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, ചുമ്മാ അങ്ങൊരു വചനം ഇറക്കി എന്ന് പറഞ്ഞ് ഒരു കഥ അങ്ങ് ഉണ്ടാക്കി. എന്ത്? വിശ്വാസികൾ തമ്മിൽ അടി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ രഞ്ജിപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ പണ്ട് കാലം മുതൽ തന്നെ, മനുഷ്യർ ഉണ്ടായ മുതൽ തന്നെ മനുഷ്യർ അടി ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഗോത്രത്തിനകത്ത് തന്നെയാണെങ്കിൽ തന്നെ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സന്ധിയിലെത്തിക്കാറുണ്ട്. അതെനിക്കൊന്നും മനുഷ്യൻ എന്ന ഒരു ജീവി
ഉത്ഭവിച്ചത് മുതൽ അങ്ങനെ തന്നെ ആയിരിക്കാം. ഇത് നമ്മളിൽ മാത്രമല്ല, മറ്റ് ജീവികളിൽ ഒരു പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഇതൊക്കെ ഒരു പുസ്തകത്തിൽ വചനമായി ഇറക്കിയാലേ ഇവർ മര്യാദക്കാരാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നിലവാരം നിങ്ങൾക്ക് അളക്കാം. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഈ സോ കോൾഡ് സഹാബിമാരുടെ ക്ഷമാശീലവും അല്ലെങ്കിൽ അവരുടെ ഒരു സംയമനമൊക്കെ. അപ്പോൾ ആ ഒരു കൂട്ടം ആളുകളാണ് ഈ മതകഥകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇവർ എത്തിച്ച ഈ കഥയുടെ ഒക്കെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഇന്ന് വിശ്വാസികൾ കൊണ്ടു നടക്കുന്നത് ആചാരമായിട്ട്. എന്തായാലും അടുത്ത കഥയിലേക്ക് പോകാം. ശക്തമായ കാറ്റ് വീശുമ്പോഴെല്ലാം മുത്തിന്റെ മുഖത്ത് ആശങ്ക നിഴലിച്ചു. കാറ്റ് ദൈവത്തിന്റെ കോപത്തിന്റെ അടയാളമായിരിക്കുമെന്ന് ഭയന്ന് പ്രകരൻ. ചെറിയൊരു കാറ്റടിച്ചാൽ പേടിക്കുന്ന ആളായിരുന്നു മുത്ത് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പേടി കൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ ഇയാൾ ഈ മതത്തിലെ പല കാര്യങ്ങളും പറഞ്ഞത്. നിങ്ങൾ വേദപുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. കുറേ ഇടങ്ങളിൽ ഭീഷണി ആൻഡ് ഭയം ഇതാണ് ഉപയോഗിക്കുന്നത്. വിശ്വാസികളെ കൂടെ കൂട്ടാനും അവരെ പിടിച്ചു നിർത്താനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇയാളുടെ ഈ ചപലതയിൽ നിന്ന് വന്നതായിരിക്കില്ലേ? അത് വിശ്വാസികൾ മറുപടി പറയാം. ഇതുപോലുള്ള നിലവാരം വളരെ 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 താഴെയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങൾ ഞാൻ വായിച്ചതിൽ നിന്ന് അവിടുത്തെ ഈ മുത്തിൻ്റെ കൂടെയുള്ളവരുടെയും മുത്തിൻ്റെയും ഒക്കെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവവും ക്ഷമാശീലവും അല്ലെങ്കിൽ അവരുടെയൊക്കെ പൊതുവിലുള്ള പരസ്പരമുള്ള കൊടുക്കലും അങ്ങനെയൊക്കെ ആ ഒരു കഴുതയുടെ ഹദീസിൽ നിങ്ങൾ കണ്ടു. അതേപോലെ ഈ ശാപം ആകാശത്തേക്ക് പോവുക, ഇതൊക്കെ എന്താ സംഭവം? ഇതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാനൊരു മടി. കാരണം ഇത് മടുത്തുപോയി. പിന്നെ ഈ കാര്യങ്ങളൊക്കെ വിവർത്തനം ചെയ്ത് മലയാളത്തിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അത് പൊതുവിൽ ഒരു അറിവെന്ന നിലയ്ക്ക് ആളുകൾക്ക് കേൾക്കാം, അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ റെഫറൻസും മറ്റും വെച്ച് ഇതുപോലൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഇംഗ്ലീഷ് വെബ്സൈറ്റിലും അറബി വെബ്സൈറ്റിലൊക്കെ ഉള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഒരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അടുത്ത തവണ കാണുന്നവരെ ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി. വീണ്ടും വരിക. നമസ്കാരം.